ഇതൊരു കാത്തിരുന്ന യാത്രയുടെ കഥയാണ്. ഗോവ എന്ന് കേട്ടിട്ടുണ്ട്, പറഞ്ഞു വന്ന കോളേജ് ടൂറും പോയിട്ടുണ്ട്. എന്നാൽ വേണ്ട വിധം ഒന്ന് എക്സ്പ്ലോർ ചെയ്തു എന്ന് ചോദിച്ചാൽ ഇല്ല. ഓഫീസിൽ നിന്ന് ഞങ്ങൾ ലേഡീസ് അങ്ങ് തീരുമാനിച്ചു, എന്നാൽ ഒന്ന് പോയി വരാം. ഒരു 4 മാസം മുന്നേ തുടങ്ങി വീട്ടിലെല്ലാവരുടെയും കൈയും കാലും പിടിക്കലും കൺവിൻസിങ്ങും. അത് വേറൊരു കഥ. അങ്ങനെ ഫ്രൈഡേ നൈറ്റ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാജധാനി എക്സ്പ്രസ്സിൽ മഡ്ഗാവ് ജംഗ്ഷനിലേക്ക്. സാറ്റർഡേ മോർണിംഗ് ഒരു 10 മണി അടുപ്പിച്ച് മഡ്ഗാവ് എത്തി. അവിടെ നമുക്ക് ഗോവ ടൂറിസ്റ്റ് ടാക്സി സർവീസസ് അവൈലബിൾ ആണ്. ഒരു ചെറിയ ബാർഗൈനിങ് ഒക്കെ നടത്തി 6 പേരടങ്ങുന്ന ഗ്രൂപ്പിന് 3000 രൂപ, ഒരാൾക്ക് 500 രൂപ. നഷ്ടം പറയാനില്ല. ഞങ്ങൾ താമസിച്ച സ്ഥലം കണ്ടലിം ബീച്ചിനടുത്തായിരുന്നു. റൂമിലെത്തി ഫ്രഷായി നേരെ കടാപ്പുറത്തേക്ക് വിട്ടു. നമ്മൾ താമസിച്ച സ്ഥലത്ത് നിന്ന് ഒരു 200 മീറ്റർ അപ്പുറത്തായിരുന്നു ഈ ബീച്ച്. ബീച്ചിലെത്തിയതും വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് നടത്തുന്ന ചേട്ടന്മാർ നമ്മളെ വല വീശി പിടിച്ചു. പേടിച്ച് കൈയും കാലും വരച്ച് ഞാൻ എന്തായാലും ഒന്നിലും കയറില്ലാന്ന് ഡയലോഗും അടിച്ച് അവസാനം പാരാസെയിലിങ്ങും സ്പീഡ് ബോട്ടും ബനാന റൈഡും ജെറ്റ് സ്കി റൈഡും എല്ലാം കയറി വിഷ് ലിസ്റ്റ് അങ്ങോട്ട് ക്ലോസ് ചെയ്തു. നമ്മളിങ്ങനെ ഒരിക്കലും ചെയ്യില്ലായിരിക്കും, അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ലായിരിക്കും, അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം എനിക്കില്ലായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെ പൂർത്തീകരിക്കാൻ സാധിക്കുമ്പോൾ എന്തൊക്കെയോ അക്കംപ്ലിഷ് ചെയ്തു എന്നൊരു ഫീൽ കിട്ടും. അതൊരു പ്രത്യേക സുഖമാണ്. പിന്നെ വീണ്ടും റൂമിലേക്ക് പോയി. രാത്രി ഒരു നൈറ്റ് വാക്ക് കലാംഗുഡ് ബീച്ച് തൊട്ട് ബീച്ച് മാർക്കറ്റ് വരെ അങ്ങനെ നടന്നു. ഗോവ നൈറ്റ് വൈബും ഗോവ സ്പെഷ്യൽ ഫുഡ് ഐറ്റംസും എല്ലാം ട്രൈ ചെയ്തൊരു വാക്ക്. ഫുഡും ഷോപ്പിങ്ങും പിന്നെ മസ്റ്റാണ്, മെയിനാണ്. അത് വിട്ടൊരു കളിയില്ല. പിന്നെ രാത്രി ഉറക്കം, രാവിലെ എഴുന്നേൽപ്പ്, ബീച്ച് വൈബ്, റീൽസ്, അങ്ങനെ. അതിനുശേഷം പഞ്ചിം മാർക്കറ്റിലേക്ക് വിട്ടു. ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. ഷോപ്പിംഗ് പിന്നെ പറയണ്ടല്ലോ, ചെയ്യുമല്ലോ. നേരെ സൗത്ത് ഗോവയിലേക്ക് വിട്ടു. അവിടുന്ന് സൗത്ത് ഗോവയിൽ നമ്മുടെ മെയിൻ അഗ്വാഡ ഫോർട്ടും ഉണ്ട്, ഫോർട്ട് ജയിൽ മ്യൂസിയം ഉണ്ട്. അത് കണ്ടു. ഈ ഫോർട്ട് ജയിൽ മ്യൂസിയം ഒരു ഇൻട്രാക്റ്റീവ് മ്യൂസിയം ആണേ. അതിൽ ശരിക്ക് നമുക്ക് ഗോവൻ ഹിസ്റ്ററി, പോർട്ടുഗീസ് എറ തൊട്ട് ഗോവയുടെ ഫ്രീഡം സ്ട്രഗിൾ തൊട്ട് ഇപ്പോഴത്തെ മോഡേൺ ടൈംസ് വരെയുള്ള എല്ലാം കവർ ചെയ്ത് പോകുന്നുണ്ട്. അതൊരു നല്ലൊരു ആക്ടിവിറ്റി ആയിരുന്നു. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളൊരു കാര്യമായിരുന്നു. നമുക്കൊരു ഐഡിയ കിട്ടും, എന്താണ് ഗോവ, എങ്ങനെയായി ഗോവ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്. അങ്ങനെ അവിടെ കംപ്ലീറ്റ് ചെയ്തു. നേരെ സൗത്ത് ഗോവയിൽ നിന്ന് ഗോവ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വിട്ടു. ബാക്ക് ടു കൊച്ചി. അങ്ങനെ ഒരു വെരി മച്ച് ചെറിഷ്ഡ് മെമ്മറി ഇൻ ലൈഫ്. പിന്നെ ഞങ്ങളുടെ ട്രാവൽ ഇറ്റിനറി ഒരു അപ്രോക്സിമേറ്റ് കോസ്റ്റ് പെർ പേഴ്സൺ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടേ, ചെക്ക് ചെയ്യട്ടോ.